കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നു. പ്രവൃത്തിയുടെ കരാർ കാലാവധി പൂർത്തിയാകാൻ 1 വർഷം മാത്രം ബാക്കി നിൽക്കെ 20% ജോലികൾ മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. എന്നാൽ അതിനായി മാത്രം കരാർ കമ്പനി കൈപ്പറ്റിയതായി 80 കോടിയോളം രൂപയാണ്. കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ നവീകരിക്കുന്നതിൽ അനാസ്ഥ കാണിച്ച കരാർ കമ്പനി റാങ്കിനെ പുറത്താക്കണമെന്ന ആവശ്യവും ശക്തമാണ്. 3 വർഷത്തിനകം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തുടങ്ങിയ നിർമ്മാണ പ്രവൃത്തി 2 വർഷം പിന്നിടുമ്പോഴും 20% പോലും പൂർത്തിയായിട്ടില്ല എന്ന വസ്തുതയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോഴും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. 20% ജോലികൾ മാത്രമാണ് ഏറ്റവും ഒടുവിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനിയും 80% ജോലികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. 200ഓളം തൊഴിലാളികളും മറ്റ് യന്ത്രസാമഗ്രികളും ആവശ്യമുള്ള ഈ പ്രവൃത്തിക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്നത് 60നും 70നും ഇടയിലുള്ള തൊഴിലാളികൾ മാത്രമാണ്. മതിയായ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുമില്ല. അതിനിടെയാണ് കരാർ കമ്പനിയായ റാങ്ക് ഈ പ്രവൃത്തി ഇഴഞ്ഞു നീക്കുന്നതിനെതിരെ വിമർശനവുമായി ജനപ്രതിനിധികൾ തന്നെ രംഗത്ത് വന്നിട്ടുള്ളത്. കരാർ കമ്പനിയായ റാങ്കിൻ്റെ കരാർ റദ്ദ് ചെയ്യണമെന്ന ആവശ്യം കോഴിക്കോട് MP MK രാഘവൻ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ 3 മാസം മുൻപ് നടന്ന അവലോകന യോഗത്തിൽ തന്നെ അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. അന്ന് റെയിൽവേ വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ കരാർ കമ്പനിയായ റാങ്കിൻ്റെ കരാർ റദ്ദാക്കുമെന്നുള്ള ഒരു ഉറപ്പ് MP-ക്ക് നൽകിയിരുന്നു. എന്നാൽ പിന്നീട് അതുണ്ടായില്ല. പിന്നീട് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പൈലിംഗ് പ്രവർത്തികളുടെ കാരണം കൂടിയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2ാം പ്ലാറ്റ്ഫോമിലെ പഴയ ക്ലോക്ക് ടവർ തകരുന്നതിലേക്ക് നയിച്ചത് എന്ന ആരോപണവും ശക്തമാണ്. അത് സംബന്ധിച്ച വിശദമായ അന്വേഷണം വേണമെന്ന് കോഴിക്കോട് MP MK രാഘവൻ റെയിൽവേ മന്ത്രിക്ക് തന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആ ആവശ്യം അദ്ദേഹം റെയിൽവേ മന്ത്രിയോട് ഉന്നയിച്ചിട്ടുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തിയുടെ വേഗത എങ്ങനെയെന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 200 തൊഴിലാളികളെങ്കിലും വേണ്ടിയെടുത്ത് 60നും 70നും ഇടയിൽ അടുത്ത തൊഴിലാളികൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. ടെർമിനൽ കെട്ടിടത്തിൻ്റെ പ്രധാനപ്പെട്ട 8 തൂണുകളുടെ പൈലിംഗ് പ്രവൃത്തി പോലും തുടങ്ങിയിട്ടില്ല. മാത്രമല്ല, നിർമ്മാണം അനിശ്ചിതമായി വൈകുന്നതിനെതിരെ റാങ്ക് എന്ന ഈ കരാർ കമ്പനിക്ക് കഴിഞ്ഞ മെയ് 10-ന് ദക്ഷിണ റെയിൽവേയുടെ അഡീഷണൽ ജനറൽ മാനേജറായിട്ടുള്ള വിപിൻ കുമാർ അന്ത്യശാസനം നൽകിയിരുന്നു. എന്നിട്ടും കൃത്യമായ പ്രവൃത്തി പൂർത്തീകരിച്ച് നൽകാൻ ഈ കമ്പനി തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഇവിടെ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പഴക്കമുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാതെയാണ് പൈലിംഗ് പ്രവൃത്തികൾ നടത്തുന്നത് എന്ന ആക്ഷേപവും ആരോപണവും ശക്തമാണ്. ഇതിന് കൃത്യമായ മറുപടി പറയേണ്ടത് കരാർ കമ്പനിയാണ്. ഈ കരാർ കമ്പനി ഇതുവരെയായി ബില്ലിനത്തിൽ മാത്രം 80 കോടിയോളം രൂപയാണ് കൈപ്പറ്റിയിരിക്കുന്നത്. പദ്ധതിയുടെ ആകെ നിർമ്മാണ കരാർ 450 കോടി രൂപയാണ് എന്നത് ഓർക്കണം. അതിനിടെയാണ് 20% പ്രവൃത്തി മാത്രം പൂർത്തീകരിച്ചതിനിടെ 80 കോടിയോളം രൂപ ഈ കരാർ കമ്പനി കൈപ്പറ്റിയത് എന്ന വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. ആവശ്യമായ യന്ത്രങ്ങളോ അല്ലെങ്കിൽ മാനവ വിഭവശേഷിയോ ഇല്ലാതെ, തൊഴിലാളികളോ ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ ഈ കരാർ കമ്പനി നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം 75,000-ലധികം ആളുകൾ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് കോഴിക്കോട്. മലബാറിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന, ഒരു യാത്രക്കാർ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. എന്നാൽ ഇന്ന് അത് നിർമ്മാണ പ്രവൃത്തിയുടെ പേരിൽ അപര്യാപ്തത കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. അതിനിടെയാണ് ചില ജീവന് പോലും സുരക്ഷയില്ലാത്ത വിധത്തിൽ പഴയ ക്ലോക്ക് ടവർ അടക്കം തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കൃത്യമായ പൈലിംഗ് പ്രവർത്തികളും ഇതുവരെയായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല. അത്തരം സുരക്ഷ പോലും പരിഗണിക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സ്റ്റേഷൻ്റെ മുൻഭാഗത്ത്, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത്, നിലവിലുള്ള റോഡിൻ്റെ കിഴക്ക് ഭാഗത്തായി വരേണ്ട 7 തൂണുകളുടെ പൈലിംഗ് പ്രവൃത്തി പോലും തുടങ്ങിയിട്ടില്ല എന്നുള്ളതും നമുക്ക് അറിയാവുന്ന ഒരു വിവരമാണ്. അതിനിടെയാണ് ഇത്തരത്തിൽ ഈ നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരാർ കമ്പനിയുടെ കരാർ റദ്ദാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഒപ്പം തന്നെ ഈ ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തി, ഇതിന് ഒത്താശ ചെയ്യുന്ന റെയിൽവേ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി വേണമെന്ന ആവശ്യവും ശക്തമായി ഉയരുകയാണ്. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് റെയിൽ വകുപ്പ് ആണ്, റെയിൽവേ മന്ത്രാലയമാണ്. ഈ ഒരു ആവശ്യവുമായി കേരളത്തിലെ ജനപ്രതിനിധികൾ, MLA-മാരും MP-യും അടക്കമുള്ളവർ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ റെയിൽവേ മന്ത്രാലയം എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ഇനി കരാർ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളത് കേവലം 1 വർഷം മാത്രമാണ്. അതിനിടെ ഇനി അവശേഷിക്കുന്ന 80% പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഈ റാങ്ക് എന്ന കരാർ കമ്പനിക്ക് സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.
റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് ₹1 എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി.